എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞോ? അതെ, എന്റെ തീരുമാനത്തിന് ഇനി മാറ്റമൊന്നുമില്ല. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരാ ഏട്ടാ. അല്ല മാളു, എനിക്കിത് പറയണം. പറയാതിരുന്ന അത് ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന ചതിയായി പോവും. ഏട്ടാ, എന്റെ ജീവിതവും അവളുടെ ജീവിതവും എല്ലാം ഞാൻ ആലോചിക്കണ്ടേ മാളു? ഏട്ടാ എന്നാലും ഭരതേട്ടാ, നമ്മുടെ മോളെ ഒന്ന് നോക്കിയേ. പാവം, ഉള്ളു മുഴുവൻ നീറി നിൽക്കുകയാണെന്ന് ആ മുഖം കണ്ടാൽ അറിയാം. നീ വാ. മോളെ കണ്ണാ, നീ ബഹളവും ആർഭാടമൊക്കെ കണ്ട് മനസ്സ് തളർത്തണ്ട. നിശ്ചയവും നടക്കും, വിവാഹവും നടക്കും. പക്ഷേ പെണ്ണുണ്ടല്ലോ, അവള് പിറ്റേ ദിവസം തന്നെ അവളുടെ വീട്ടിലേക്ക് പോവും. അച്ഛനും അമ്മയും കൂടെ വെറുതെ ഒരു പ്രതീക്ഷകൾ തന്നെ മനസ്സിളക്കല്ലേ. അങ്ങനല്ലടാ. പ്രതീക്ഷയല്ലേ മോളെ, ചില കാര്യങ്ങൾ കാണുമ്പോ തന്നെ മനസ്സിലാവും. ആ ചേച്ചി അങ്ങനെ ഒരാളല്ലെങ്കിലോ? നമ്മുടെ വീടും ഇവിടുത്തെ ജീവിതവും ഈ ഗ്രാമീണ രീതികളൊക്കെ അമൃത ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടാലോ? നമ്പ്യാർ സാർ, നമ്പ്യാർ സാർ, നമ്പ്യാർ സാറേ. ഓ, എന്താ? നമ്പ്യാർ സാറിനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. നമ്പ്യാർ സാറിനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആണോ? പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. എന്താണെങ്കിലും പറഞ്ഞോ. എനിക്ക് ഈ വിവാഹം. എന്താ പറഞ്ഞേ? എനിക്ക് ഈ വിവാഹം. എടോ, എനിക്കറിയാം തനിക്ക് ഇഷ്ടമാണെന്ന്. അതല്ല, അമൃതയ്ക്ക് ഇഷ്ടമല്ലാത്ത വിവാഹത്തിന് എനിക്ക് താല്പര്യമില്ല. നിനക്ക് എന്താടാ പറ്റിയേ? ഈ ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് നീയല്ലേ മോനെ? ഈ നിശ്ചയത്തിന് വേണ്ടി നീ എന്തെല്ലാം വാങ്ങിക്കൂട്ടി, എന്നിട്ട് ഒരു നിമിഷം കൊണ്ട് ഈ ബന്ധം വേണ്ടെന്ന് വെക്കാൻ എന്താ കാരണം?